നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തിനാ അമ്മയും അച്ഛനും ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് ഇതൊട്ടും ശരിയല്ല, ശരിയാവില്ല. സർ, നമ്മളെ രണ്ടുപേരെയും അമ്മയും അച്ഛനും ഒരു അഭിപ്രായം പറയാൻ സമ്മതിച്ചില്ല. നമുക്ക് അച്ഛനോട് ഇത് ശരിയായ തീരുമാനം അല്ലെന്ന് പറയണം. ഇവിടുത്തെ മക്കൾക്കെല്ലാം തുല്യ അവകാശമാണ്. അത് പറയണം, അത് പറഞ്ഞേ പറ്റൂ. അത് ശരിയാ. ഇപ്പൊ തന്നെ അച്ഛനെ കണ്ട് ഈ തീരുമാനം മാറ്റാൻ പറയാം. അച്ഛാ, ഞങ്ങള് അച്ഛനോട് സംസാരിക്കാൻ വരായിരുന്നു. എന്തിനാണ്? ഞങ്ങളെടുത്ത തീരുമാനം തിരുത്തണമെന്ന് പറയാനാണ്. അതെ അച്ഛാ, അത് ശരിയാവില്ല. അങ്ങനെയൊന്നും പാടില്ല അച്ഛാ. അത് ഒരിക്കലും അംഗീകരിക്കാൻ പോലും പറ്റില്ല. ആർക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്നാണ് ശ്യാമ പറയുന്നത്? ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ ആദ്യേട്ടനും അരുണേട്ടനും അമൃതേടത്തിയൊക്കെ ഇതിനൊക്കെ സമ്മതിച്ചത്. പക്ഷേ അതൊന്നും ശരിയല്ല അച്ഛാ. അതൊരിക്കലും ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയാവില്ല അത് പറ. അമ്മേ, അത് നിങ്ങൾ രണ്ടാളും ഒന്നും പറയണ്ട. ഇത് ഞാനും അനന്തേട്ടനും ശരിക്കും ആലോചിച്ച് തന്നെ എടുത്ത തീരുമാനം, സംശയമില്ല. എന്നാലും അമ്മ, അത് അഖി, നമ്മുടെ ഈ കുടുംബം ഒരിക്കലും തകരാൻ പാടില്ല. ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ആരും ഒരിക്കലും സാമ്പത്തികമായി തകർന്നടിയാൻ പാടില്ല. അതിന് പകുതി സ്വത്ത് നിങ്ങൾ രണ്ടാളുടെയും കയ്യിൽ സുരക്ഷിതമായി തന്നെ ഇരിക്കണം. നിങ്ങൾ സന്മനസ്സുള്ളവരാ, മറ്റുള്ളവരോട് ശരിക്കും കാരുണ്യമുള്ളവരാ. എന്ത് കാര്യത്തിനും ആരെ സഹായിക്കാൻ സന്മനസ് കാണിക്കുന്നവരാ. അങ്ങനെയുള്ളവരുടെ കയ്യിൽ മേജർ സ്വത്ത് നിലനിന്നാൽ മാത്രമേ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ശ്രേയസ്സുണ്ടാവും. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. തുടർന്നും കുടുംബത്തിൽ ആർക്ക് കഷ്ടത വന്നാലും സഹായിക്കാൻ നിങ്ങളെ ഉണ്ടാവും. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അച്ഛാ, ഈ സമ്പത്തൊന്നും തന്നില്ലെങ്കിലും ഇവിടെ എല്ലാവർക്കും ഞങ്ങളാൽ കഴിയുന്ന സഹായം എന്നും ഉണ്ടാവും. അത് മാത്രം പോരാ, ആ പകുതി സ്വത്ത് നിങ്ങളുടെ കയ്യിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ശരിക്കും അധ്വാനിക്കും. അതിന്റെ 10 ഇരട്ടി സ്വത്തുക്കൾ നിങ്ങൾ സമ്പാദിക്കും. അത് ഞങ്ങൾക്ക് ഉറപ്പാ. നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് 18 വയസ്സ് തികയുന്നതുവരെ സ്വത്തുവകകളുടെ കൈകാര്യം അച്ഛനമ്മമാരായ നിങ്ങൾക്കായിരിക്കും. കുഞ്ഞിന് 18 വയസ്സ് കഴിഞ്ഞാൽ ആ ആൾക്ക് സ്വത്ത് കാര്യത്തിൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കാനും കൈമാറ്റം ചെയ്യാനും ആകും. അതാണ് വ്യവസ്ഥ. ഇനി രണ്ടാളെ എതിർക്കാൻ നിൽക്കേണ്ട. നിശ്ചയിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. രണ്ടാളും ചെല്ല്. വെറുതെ ഇനി സംസാരിച്ച സമയം കളയണമെന്നില്ല. ഈ തീരുമാനത്തിൽ മാറ്റമില്ല. രണ്ടാളും ചെന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.